നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ 69 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന പരാതി അത് വലിയ വിവാദമായി. മ്യൂസിയം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ദിയ കൃഷ്ണകുമാറിൻ്റെ മൊഴി വാങ്ങി തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന കേസ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തു. മ്യൂസിയം പോലീസ് ആ 3 പെൺകുട്ടികളെ ചോദ്യം ചെയ്യാൻ തയ്യാറായപ്പോൾ ഒരു കൗണ്ടറായ കേസൂടെ വന്നു. അവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി, വേറെ പലരും അവിടെ ഉണ്ടായിരുന്നു. ഇവരെ സൂത്രത്തിൽ 2 കാറിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു ആരോപണം കൊണ്ട് ആ പെൺകുട്ടികൾ മ്യൂസിയം പോലീസിലെത്തി. അതിന് ചില വക്കീലന്മാരുടെ സഹായം ഉണ്ടായിരുന്നു. അതിനൊരു കൗണ്ടർ കേസാണ് പോലീസിൽ എടുക്കാൻ ശ്രമിച്ചത്. അത് നിലനിൽക്കില്ല. കാരണം 69 ലക്ഷം രൂപ കടത്തിയവരാണ്. പ്രതികൾക്കൊരു സംരക്ഷണം കൊടുക്കുന്ന നിയമം ഇന്ത്യയിൽ എങ്ങുമില്ല. 69 ലക്ഷം രൂപ അവിടുന്ന് കടത്തിയത് QR കോഡിലെ ചില മോഡിഫിക്കേഷൻ നടത്തി. ആ QR കോഡിലെ മോഡിഫിക്കേഷൻ തങ്ങളുടെ 3 പേരുടെ മൊബൈലിൽ ആ മോഡിഫിക്കേഷൻ നടത്തിയ QR കോഡിൻ്റെ ദൃശ്യമുണ്ട്. അത് കാണിച്ച് കസ്റ്റമേഴ്സ് അതിലേക്ക് പണം അയച്ചു. അങ്ങനെ 3 പേരുടെ അക്കൗണ്ടിൽ 69 ലക്ഷം പോയി. പക്ഷേ പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ ആ ഭാഗത്തൊരു അന്വേഷണം നീങ്ങിയില്ല. കഴിഞ്ഞ 3 ദിവസം വെള്ളി, ശനി, ഞായർ ബാങ്ക് അവധിയായിരുന്നു. ഏതായാലും തിങ്കളാഴ്ച ഇന്നലെ അവർ ബാങ്കിൽ പോയി. 3 പേരുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്. ഏതായാലും കൃഷ്ണകുമാറും മകളും പറഞ്ഞ കാര്യം കൃത്യമായിരുന്നു. പണം എത്തിയിരിക്കുന്നു അവരുടെ അക്കൗണ്ടിൽ. ആ സ്ഥാപനത്തിലൊരു QR കോഡുണ്ട്. അതിൽ വരുന്ന ആ പണം, വരേണ്ട പണം ഇവരുടെ അക്കൗണ്ടിൽ 3 പേരുടെ എങ്ങനെ വന്നു? അത് തീർച്ചയായിട്ടും ഒരു ഫ്രോഡും ചീറ്റിങ്ങും ഒക്കെ നടന്നിരിക്കുന്നു അവിടെ. അത് ജീവനക്കാരുടെ ഭാഗത്ത് നടന്ന ഒരു കുറ്റമാണ്, ഒഫൻസാണ്. അതിൻ്റെ ഉടമസ്ഥ ദിയ കൃഷ്ണകുമാർ പറഞ്ഞ പ്രകാരമാണ് തങ്ങളിങ്ങനെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും ആ പണം ബാങ്കിൽ നിന്നെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് GST ഇൻകം ടാക്സ് വെട്ടീരിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ആരോ ആ കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു കൗണ്ടർ കേസിലേക്കും പോയി. ഇതിനിടയ്ക്ക് അവിടെ 1.5 വർഷമായിട്ട് നിൽക്കുന്ന ഈ പെൺകുട്ടികളെ അവരുടെ ഭാവി ഓർത്ത് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ ഇവരെ വിളിച്ചു വരുത്തി. അവരുടെ ചിലരുടെ ഭർത്താക്കന്മാരും അവിടെ വന്നു. ചില ഇടനിലക്കാരും വന്ന് കൃഷ്ണകുമാറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 69 ലക്ഷം രൂപ മകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്, ഒരു 22.5 ലക്ഷം രൂപ കൊടുത്ത് പ്രശ്നം തീർക്കാമെന്ന് അവസാനം അവരുടെ ആ സ്ഥിതി കണ്ടപ്പോൾ കൃഷ്ണകുമാറിന് തോന്നി. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അദ്ദേഹം മകളും അതിന് റെഡിയായി. 22.5 ലക്ഷം രൂപയിൽ 8 ലക്ഷം രൂപ ഉടനെ കൊടുക്കാം എന്ന് പറഞ്ഞു. അത് മറ്റുള്ളവരുടെ ദയ കിട്ടാനും മറ്റുള്ളവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്വർണ്ണമാലയും മറ്റതും മറിച്ചതും ഒക്കെ വിറ്റിട്ടാണ് 8 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. അതാണ് അവരുടെ ഡിഫൻസ്. പക്ഷേ പോലീസ് കഴിഞ്ഞ ദിവസം ഇന്നലെ ബാങ്കിലെല്ലാം പോയി കഴിഞ്ഞപ്പം പണം വന്നിരിക്കുന്നു 69 ലക്ഷം രൂപ. അത് ശരിയാണ്. അതെങ്ങനെ ഇവരുടെ അക്കൗണ്ടിൽ വരുന്നു? ഒരു സ്ഥാപനത്തിൻ്റെ പണം, അവിടുത്തെ സെയിൽസിൻ്റെ, അവിടെ ഈ ഇമിറ്റേഷൻ ഓർണമെൻറ്റും മറ്റും വിൽക്കുന്നത്, ആ കൗണ്ടർ സെയിൽസ്, അതൊക്കെ എങ്ങനെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകും? അത് വലിയ കുറ്റകരമായ ഒരു സംഭവം തന്നെ, അതിന് യാതൊരു സംശയമില്ല. അതിന് പകരം ഇതൊരു തട്ടിപ്പല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അതിന് ചില കുട പിടിക്കാൻ ചില ആൾക്കാരും വന്നപ്പം അവർക്ക് തന്നെ, പെൺകുട്ടികൾക്ക് തന്നെയാണ് ദൂഷ്യം. കൃഷ്ണകുമാറും മകളും കടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരകത്തേക്ക് പോകും, ശിക്ഷ അനുഭവിക്കും. കാരണം ഡോക്യുമെൻ്ററി എവിഡൻസ് അനുസരിച്ച് ഈ പണം ബാങ്കിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. അത് ഇവരെടുത്തിട്ട് അത് തിരിച്ച് ഒരു കൗണ്ടർ അടിച്ചിട്ടുണ്ട്, തിരിച്ച് ദിയ കൃഷ്ണകുമാറിന് കൊടുക്കുകയായിരുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മാസം 10,000 രൂപയോ 12,000 രൂപയോ എങ്ങാണ്ടാണ് ശമ്പളം എന്ന് തോന്നുന്നു.
അവർക്ക് 1.5 വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മെച്ചം, അവരുടെ വീട് നന്നാക്കിയിട്ടുണ്ടോ, പുതിയ ഒരു വീട് വെച്ചിരിക്കുന്ന ഒരാൾ, അതെങ്ങനെ പണം വന്നു? അപ്പോൾ പണം അങ്ങോട്ടേക്ക് ഒഴുകി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചില വക്കീലന്മാരും ചില അവരുടെ സുഹൃത്തുക്കളും ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾ കിടന്ന് കുരുങ്ങും. പോലീസ് ഇന്നലെ ഇവരുടെ അക്കൗണ്ടിൽ പണം വന്നു എന്നറിഞ്ഞ ഉടനെ പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ അവരവരുടെ വീടുകളിൽ ചെന്നു. രാവിലെ അവരാരും വീട്ടിലില്ല. അവർ വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ് എന്നാണ് 3 പേരുടെയും വീട്ടിൽ നിന്ന് പോലീസിന് വന്ന മറുപടി. വക്കീലിനെ കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ച പോലീസ് മാറി 3 വീടുകളിൽ അവിടെ സമയം അവർ വരുന്നത് കാത്തു നിന്നു. പക്ഷേ വന്നില്ല. വൈകിട്ടത്തോടുകൂടി പോലീസ് അവിടുന്ന് മടങ്ങി. അവർക്ക് മൊഴി രേഖപ്പെടുത്താൻ പറ്റില്ല. ഇവരുടെ വാദഗതി എന്താണെന്ന് രേഖപ്പെടുത്തണമല്ലോ. അത് അങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ പറ്റില്ല. ഈ പണം വന്നതിന് എന്ത് മൊഴി കൊടുക്കാനായിട്ടാണ്? എങ്ങനെയാണ് അതിൻ്റെ കൗണ്ടർ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അത് സ്നാക്സ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് അവർക്ക് കൊണ്ടേ കൊടുത്തത്. പിന്നെ എങ്ങനെയാണ് ഒരു പുതിയ വീട് വെക്കുന്നത്? എങ്ങനെയാണ് ഇവരുടെ വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിച്ചത്? പണം എവിടുന്ന് വന്നു? അപ്പോൾ അത് തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾക്ക് ആരോ തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രോഡും ചീറ്റിങ്ങും ഒക്കെ ഉണ്ട്. ഇനി വേറൊരു കാര്യം, അതിനകത്ത് കൂടുതൽ ഒഫൻസ് അവരുടെ പേരിൽ ചാർത്തേണ്ടി വരും. കാരണം QR കോഡിൽ ചില മോഡിഫിക്കേഷൻ വരുത്തി. അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് ചീറ്റിങ്ങും ഫ്രോഡും ഡിജിറ്റൽ ഒഫൻസിനകത്തൊക്കെ വരും. ഡിജിറ്റലായിട്ടാണ് നമ്മൾ QR കോഡ് അവർ കടയ്ക്ക് വേണ്ടി ഓതറൈസ്ഡ് ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് മോഡിഫിക്കേഷൻ വേരിയേഷൻ വരുത്തിയിട്ടാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതൊരു ഡിജിറ്റൽ ഒഫൻസ് തന്നെയാണ്. അതിന് ശിക്ഷ 7 വർഷം വരെ വരാം. അപ്പം കാര്യങ്ങൾ പന്തിയില്ലാതെ നീങ്ങുകയാണ്. പോലീസ് അതിൻ്റെ 2 പേരുടെയും കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കി കഴിയുമ്പം രണ്ടാമത്തെ കേസിൽ പ്രതിക്ക് അനുകൂലമായി എടുത്ത ഒരു FIR റഫർ ചെയ്ത് കളയേണ്ടി വരും. അത് മലീഷ്യസായിട്ട് പ്രോസിക്യൂഷന് വേണ്ടി പണം മോഷ്ടിച്ചിട്ട് മലീഷ്യസായിട്ട് ആ പണത്തിൻ്റെ ഉടമസ്ഥയെയും അവരുടെ പിതാവിനെയും കുരുക്കാൻ വേണ്ടി ചെയ്തതാണ്. വലിയ വാർത്തകൾ ഈ സംഭവത്തിന് ചാനലിലും യൂട്യൂബിലും TV-യിലൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. പത്രമാധ്യമങ്ങളിലും ഈ വാർത്തകൾ വന്നു. ഇതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഒരു ഗുണവുമില്ല. ഒന്നുകൂടെ ആ ഒഫൻസിൻ്റെ കാഠിന്യം വർദ്ധിക്കുമെന്നല്ലാതെ അതവർക്ക് ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് ഞാൻ നേരത്തെ മുതലേ പറയുന്നത്, കൃഷ്ണകുമാറിനെ മകളെയും കണ്ട് ഇതൊരു ഒത്തീർപ്പിലേക്ക് കൊണ്ടുപോയി അവരതിൽ നിന്ന് കൊടുക്കാനുള്ള എഗ്രി ചെയ്ത പണം കൊടുക്കുക എത്രയും പെട്ടെന്ന്. കാരണം ഈ പണം ഉപയോഗിച്ച് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണം ഉപയോഗിച്ച് അവരെ പഴയ വീട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ഇതെല്ലാം കുറ്റകരമാണ്. അതിൽ നിന്ന് ഒഴിവായി പോകാനായിട്ടുള്ള ഒരു സംവിധാനം കൃഷ്ണകുമാറും മകളും നേരത്തെ പറഞ്ഞതാണ്. അവിടെ നിന്ന് മാറി അവർക്കെതിരായിട്ട് കേസ് കളിച്ച് അവരെ കുരുക്കാനായിട്ട് ഒരു ശ്രമം ഇവിടെ നടന്നിരിക്കുന്നത്. അത് വില പോവില്ല. കാരണം കണ്ടമാണല്ലോ അത്. മീശയും പോലീസ് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു കേസെടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. അത് നിയമപരമായി തെറ്റാണ്. ഒരു വാദിയായ ഒരാൾ 69 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞൊരു കേസെടുത്ത് കഴിഞ്ഞാൽ കൗണ്ടർ കേസ് പോലെ ആ വാദിയെ കുരുക്കുന്ന രീതിയിൽ ഒരു കേസെടുക്കുന്നത് ഒട്ടും നല്ലതല്ല. അത് അടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും അവർ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റിലും ചിലപ്പം കോടതിയിലും ഹൈക്കോടതിയിൽ വരെ ആ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.